ഏലിയാവിനോടാണോ കാക്കയോടാണോ കെരീത്തിലോട്ട് പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ മിക്കവാറും പറയാൻ പോകുന്ന ഉത്തരം ഏലിയാവാന്ന. പക്ഷെ ഏലിയാവിനോടല്ല പറഞ്ഞേ, കാക്കയോടാ പറഞ്ഞു. ഏലിയാവിനോട് പറഞ്ഞു, മോനെ നീ കെരീത്തിലോട്ട് പൊക്കോടാ, നിന്നെ പോറ്റാൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ചെന്നാ മതി, ഒരുക്കാനുള്ളത് കൃത്യമായി ആരൊരുക്കണമെന്ന് ദൈവം ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇന്ന് വരെയെങ്കിലും ഏതെങ്കിലും കാക്ക ആഹാരം കൊടുത്തെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാനൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണ്. ഉച്ച 1 മണിക്ക് ബെല്ലം കൂടെ അടിക്കുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ വരവുണ്ട്, കാന്നും പറഞ്ഞു. എന്തിനാ? ആഹാരം കൊണ്ട് വന്നയാന്നോ? കണ്ണൊന്ന് തെറ്റിയാൽ റാഞ്ചിക്കൊണ്ട് പോകാൻ വേണ്ടിയാ. പക്ഷെ അങ്ങനെയുള്ള സാധനത്തെ തന്നെ ആഹാരം കൊണ്ടു കൊടുക്കാൻ ദൈവം ഒരുക്കിയെന്നുള്ളത് ഒരു വലിയ അത്ഭുതമല്ലേ? അതുകൊണ്ട് കുഞ്ഞുങ്ങൾ യൗവനക്കാരുള്ളത് കൊണ്ട് ഒരു ആവേശം കൊണ്ട് ഒരു ദൂത് ഞാൻ പറയാം. നിങ്ങൾക്ക് നല്ല സ്വപ്നം കണ്ടോണം, നല്ല സ്വപ്നം. പക്ഷെ ഒരമ്മാച്ചനെ നോക്കി സ്വപ്നം കാണരുത്. ചർച്ചിലെ ഒറ്റ നേതാക്കന്മാരെ നോക്കി കാണരുത്, ഒരു കാശുകാരനെ നോക്കി സ്വപ്നം കാണരുത്. അവരെല്ലാം പറ്റിക്കും. പക്ഷേ ആ വഴികളെല്ലാം ഇങ്ങനെ അടച്ചടച്ചടച്ചു പോകുമ്പോൾ 4 സ്തോത്രം അധികം പറഞ്ഞോണം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ശ്രേഷ്ഠമായ വഴി, ഉന്നതമായ വഴി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നാളെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ട് അകത്ത് വന്ന ആരോടാണ് ഈ ദൂത് പറയുന്നേ? അത് എനിക്കുള്ള ദൂതാന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളുണ്ടെങ്കിൽ അവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം.